ഒരു പതിറ്റാണ്ടിനുള്ളിൽ കൊച്ചിയുടെ ഗേറ്റ്വേ ആയി പിറവം മാറുമെന്ന് മുൻ മന്ത്രി കെ ബാബു. കോൺഗ്രസ് പിറവം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഹാളിൽ സംഘടിപ്പിച്ച മിഷൻ 2031 വികസന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബിന് ചടങ്ങിൽ സ്വീകരണം നൽകി. കോൺഗ്രസ് പിറവം മണ്ഡലം കമ്മിറ്റി നഗരസഭാ ഹാളിൽ സംഘടിപ്പിച്ച മിഷൻ 2031 വികസന കോൺക്ലേവിന്റെ ഉദ്ഘാടനം മുൻ മന്ത്രി കെ ബാബു നിർവഹിച്ചു. ഭാവിയിൽ പിറവത്തെ രൂപപ്പെടുത്തുന്നതിൽ ഇതുപോലുള്ള കോൺക്ലേവുകളും ചർച്ചകളും സെമിനാറുകളും എല്ലാം നല്ല പങ്ക് വഹിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഈ കോൺക്ലേവ് സംഘടിപ്പിച്ച ശ്രീ അരുൺ കല്ലറക്കലിൻ്റെ നേതൃത്വത്തിലുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയെ അനുമോദിക്കുകയും വിഷൻ 2031 നിങ്ങളുടെ അനുവാദത്തോട് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തതായി അറിയിക്കുകയാണ്. അടുത്ത ഒരു പതിറ്റാണ്ടിനുള്ളിൽ പിറവം കൊച്ചിയുടെ ഗേറ്റ്വേയായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. കൊച്ചിയുടെ നഗരവികസനം അങ്കമാലി, ചേർത്തല, തൃപ്പൂണിത്തുറ തുടങ്ങിയ മേഖലകളിൽ സ്ഥലപരിമിതികൾ മൂലം വികസന പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ നഗരത്തിന്റെ വളർച്ച പിറവത്തേക്കും കിഴക്കൻ മേഖലയിലെ മണ്ഡലങ്ങളിലേക്കും വ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനനുസരിച്ച് റോഡ് ശൃംഖലയും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും സുസ്ഥിര വികസനത്തിന്റെ ഭാഗമായി വിപുലപ്പെടുത്തേണ്ടതുണ്ടെന്നും കെ ബാബു അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 5 വർഷം പിറവത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള കോൺഗ്രസിൻ്റെയും ഈ നാട്ടിലെ നമ്മളോട് അനുഭവം പ്രകടിപ്പിക്കുന്ന വ്യക്തികളുടെയും അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് വിഷൻ 2031 എന്ന പേരിൽ ഈ നാടിൻ്റെ വികസന പദ്ധതികൾക്കായുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു വികസന കോൺക്ലേവ് നാം സംഘടിപ്പിച്ചിരിക്കുന്നു. എംഎൽഎയും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബിന് മണ്ഡലം കമ്മിറ്റി ചടങ്ങിൽ സ്വീകരണം നൽകി. ഓരോ നിയോജകമുണ്ട്, 140 നിയമമണ്ഡലത്തിൽ 700 കോടിയുടെ പദ്ധതി ഇരിപ്പുണ്ട്, ബഡ്ജറ്റ് ഇരിപ്പുണ്ട്. പക്ഷെ അതൊന്നും അത് കടലാസിലുണ്ട്, പ്രായോഗികത്തിൽ വരത്തൊന്നുമില്ല. അതാണ് അതിൻ്റെ ഭാഗം. അത് ചില നിയോജകമണ്ഡലങ്ങളിൽ എംഎൽഎമാർ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷവും കോതമംഗലത്ത് എംഎൽഎ ആയിരുന്ന വ്യക്തി ശ്രീ ആന്റണി, അദ്ദേഹം എല്ലാ വർഷവും 400 കോടിയുടെ പ്രൊജക്റ്റ് കൊടുക്കാറുണ്ട്. 400 കോടി എല്ലാ വർഷവും പത്രത്തിൽ പ്രഖ്യാപിക്കാറുണ്ട്. കോതമംഗലത്ത് ഇപ്പോഴാകപ്പാട് ഒരു 10 കോടിയുടെ വികസനം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് വസ്തുതകൾ. അപ്പോൾ ഇവിടെ അത് വെച്ചുകൊണ്ട് താരതമ്യം ചെയ്യുകയാണ്. ഞാൻ കൃത്യമായി എന്തൊക്കെ ഉണ്ട് എന്നത് പ്രതിപാദിക്കുന്നുണ്ട്. നഗരസഭാ ചെയർമാൻ KR പ്രദീപ് കുമാർ മോഡറേറ്ററായ വികസന കോൺക്ലേവിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. ചർച്ചയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകവേ മണ്ഡല വികസനത്തിന്റെ ഭാഗമായി സമാന്തര പാലവും പാല-എറണാകുളം ഹൈവേ പദ്ധതിയും യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും പിറവം താലൂക്ക് ആശുപത്രിയുടെ വികസനം ഉൾപ്പെടെ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താൻ കൂടുതൽ പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. UDF നിയോജക മണ്ഡലം ചെയർമാൻ KR ജയകുമാർ, DCC സെക്രട്ടറി വിൽസൺ K. ജോൺ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PC ജോസ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അന്നമ്മ ഡോമി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെയ്സൺ പുളിക്കൽ, സാജു കുറ്റിവേലിൽ, വിജു മൈലാടിയിൽ എന്നിവർ സംസാരിച്ചു. 30% പദ്ധതി ചെലവ് വെട്ടിക്കുറച്ച ഒരു ഗവൺമെന്റാണ് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ്. പദ്ധതികൾ പ്രഖ്യാപിക്കും, പക്ഷെ അതൊന്നും നടക്കുകയില്ല. ഇഷ്ടംപോലെ പണം അനുവദിച്ചായിട്ട് പ്രഖ്യാപിക്കും, ഒരു പദ്ധതികളും നടക്കുകയില്ല. ന്യൂസ് ബ്യൂറോ, പിറവം. നിങ്ങൾ അറിഞ്ഞോ, നിങ്ങൾ കാത്തിരുന്ന കൊച്ചിയിലെ ഏറ്റവും വലിയ വിലക്കുറവ് ജൂലൈ 2 മുതൽ 6 വരെ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിലെ ഓഫറുകളുടെ പെരുമഴയാണ്. ഏറ്റവും വിലക്കുറവിൽ എല്ലാ വ്യാഴാഴ്ചയും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എത്രയും പെട്ടെന്ന് ചുള്ളിക്കലുള്ള സോൾട്ടിലേക്ക് പോരെ.